വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പപ്പടം കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ ഒരു 5 പപ്പടം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വറുക്കണം. അപ്പോൾ അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വീത്തിയുണ്ട്. നമുക്കത് വറുക്കാം. അപ്പോൾ ഞാൻ പപ്പടം വറുക്കാൻ പോവാം. പിന്നെ നമുക്ക് ഇതിലേക്ക് നാളികേരമൊക്കെ കൂട്ടണം. ഒരു 5 എണ്ണം വറുക്കുന്നുണ്ട്. ഞാൻ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അത് ചീഞ്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വീട്ടിൻ്റെ കേട്ടോ, ഒരു സ്പൂൺ വെളിച്ചെണ്ണ വീട്ടിൻ്റെ. പിന്നെ ഒരു 10 പോറ്റ് ചുവന്നുള്ളി, വേപ്പില, പിന്നെ വറ്റൽമുളക് ഒരു 8 എണ്ണം. ഒരു തുണ്ട ഉപ്പിട്ടുണ്ട് കേട്ടോ. പപ്പടത്തിൽ ഉപ്പിട്ട കാരണം നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടാം. അപ്പോൾ ഇതൊന്ന് എരിയതായിട്ടൊന്ന് ഫ്രൈ ആവണം. അപ്പോൾ നമ്മൾ വെച്ച കൂട്ട് ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഒരു തുണ്ട് കോൽപ്പുളി, ചെറിയൊരു ഉണ്ട കോൽപ്പുളി വേണം, അതുകൊണ്ട് ഇട്ടുണ്ട്. പിന്നെ നമ്മളിത് മിക്സിയിലടിക്കണം. മിക്സിയിലത് അടിച്ചു കൊണ്ടുവന്നു. ഇത് അധികം അടിയണ്ട, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇതാവണം കേട്ടോ. പാത്രത്തിലിടാം. നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ പപ്പടം വറുത്ത് വെച്ചില്ലേ, അത് ഇതിൽ പൊടിച്ചിടാം. നമ്മൾ നാളികേരം വറുത്തപ്പോൾ ലേശം ഉപ്പിട്ടുണ്ട്. അത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. പപ്പടത്തിൽ ഉപ്പിട്ട കാരണേ ചില പപ്പടത്തിൽ ഉപ്പ് നല്ലോണം ഉണ്ടാവേ, ചിലയിൽ ഉപ്പ് കുറവാ. ഈ പപ്പടം കുറച്ച് ഉപ്പ് കുറവാ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കാം. കഞ്ഞിക്കൊക്കെ നല്ലതാ. കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ ഈ ചമ്മന്തി നല്ലതാ. നമ്മുടെ പപ്പട ചമ്മന്തി തയ്യാറായി. അപ്പോൾ പപ്പട ചമ്മന്തി തയ്യാറായി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. അതുപോലെ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.